ഇപ്പോൾ പ്രദേശവാസിയായിട്ടുള്ള കുഞ്ഞു മുഹമ്മദ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കുഞ്ഞു മുഹമ്മദ്, നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ നമുക്ക് മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട്. ഇക്കാര്യം ഈ ജനപ്രതിനിധികളെയും ഒപ്പം തന്നെ മറ്റ് സർക്കാർ സംവിധാനങ്ങളെയും സമീപിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. അവരുടെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സാറേ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അധികാരികളാണ് അവരെ അവിടുന്ന് ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഇവർക്ക് വീട് വെച്ചു കൊടുക്കാം, സ്ഥലം മേടിച്ചു കൊടുക്കാന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ വർഷങ്ങൾ ഇത്രയായിട്ടും അവിടെ ആളുകൾ മരിച്ചു പോകുക എന്നല്ലാതെ അവർക്ക് യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പൊ നമ്മളൊന്ന് ചോദിക്കട്ടെ, നമ്മളുടെ നികുതി പണം കൊണ്ടാണ് ഇത് ചെലവ് ചെയ്യുന്നത്. എത്ര കോടി രൂപ ഇവർക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നുണ്ട്? ഇത് പ്രത്യേകിച്ച് പറയാന്ന് പറഞ്ഞാൽ സംഭരണ മണ്ഡലം കൂടിയാണ്. എന്നിട്ടാണ് ഇങ്ങനത്തെ ഒരു വിഭാഗം. ഇവരും ജനങ്ങളല്ലേ, നമ്മളെ മാതൃകയില്ല, എല്ലാ അവകാശങ്ങളും ഇല്ല, ജനങ്ങളല്ലേ, അവരുടെ ജീവിതമാണല്ലോ ഇത്. ഇവര് സാധാരണ നമ്മളെ പോട്ടെ ജനറൽ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പൊ എത്ര ആളുകൾ ചർച്ചക്കും എത്ര പ്രശ്നങ്ങളും അവർക്ക് എത്ര എളുപ്പം. ഇപ്പോൾ നമുക്ക് ദയവായി തുടരുക.